ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് കൽബുകളെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? പിന്നെ എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എന്നറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിടിയിട്ടിട്ടുണ്ടാവും. ആലോ സ്കൂളാണ് കേട്ടോ. ആലോ സ്കൂളായിരുന്നു എൻ്റെ ബൂത്ത്. ഞാനിപ്പോൾ താമസിക്കുന്നത് കയ്പമംഗലം, തൃശ്ശൂർ കയ്പമംഗലം 3 വീഡിയോയിലാണ്. പക്ഷേ വോട്ട് വരുന്നത് എനിക്ക് ആലയിലാണ്. കുറച്ച് ദിവസമായിട്ട് ഉമ്മനോട് പറയുന്നൊരു കാര്യം കേട്ടോ. താഴെ നമ്മൾ നട്ടുകൊടുത്ത കുമ്പളങ്ങ മേലെ പോയിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ വള്ളികളൊക്കെ ഇങ്ങനെ പടരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഇവിടെ ഇപ്പോൾ കുറച്ച് കുമ്പളങ്ങ ഇങ്ങനെ ഒരു 5-6 ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും വൈകുന്നേരമായപ്പോൾ മേലേക്ക് പോന്നു. വെയിലൊക്കെ ഇപ്പോൾ കുറവായിരിക്കുമല്ലോ. പിന്നെ എൻ്റെ വീൽ ചെയർ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അതൊക്കെ എത്തിയിട്ടോ. വീൽ ചെയർ താഴെ നിന്ന് കൊണ്ടുവരണമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നും വരണ്ടാന്ന് തോന്നും കേട്ടോ. ഉമ്മ അതിനായിട്ട് കഷ്ടപ്പെടണമല്ലോ. അങ്ങനെ കരുതിയ 2-3 ദിവസം വരാതെ ഇരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ മേലെ ഉമ്മ ബോഗൺവില്ല നട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ എല്ലാതും ഇങ്ങനെ ഇല കാണാണ്ട് പൂ വന്നു കേട്ടോ. താഴേന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ മേലെ ഉമ്മ കുമ്പളത്തിന് പടരാനുള്ള കയറെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ സെൽഫി എടുത്തതാട്ടോ കുമ്പളങ്ങനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ താഴേന്ന് ബോഗൺവില്ല പൂവിട്ടത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ സമ്മതിക്കാണ്ടിരുന്നിരുന്ന് പൂവെല്ലാം പോയി. നല്ലൊരു മഴയും പെയ്തു. അത് ഉമ്മക്ക് നല്ല സങ്കടമായിട്ടോ. ബോഗൺവില്ലയുടെ പൂ വിരിയും മുമ്പ് ഉമ്മ അതിൻ്റെ ചട്ടിക്കൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചതായിരുന്നു കേട്ടോ, നല്ല ഭംഗിയിൽ കാണിച്ചു തരാൻ വേണ്ടി. പക്ഷെ ഞാൻ വന്നില്ലല്ലോ. അപ്പോൾ ഉമ്മക്ക് നല്ല സങ്കടമായി. അതുകൊണ്ട് ഇപ്രാവശ്യം ഉമ്മ പറഞ്ഞപ്പോൾ വേറെ ഒന്നും ഞാൻ ചിന്തിക്കാൻ നിന്നില്ല, ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഉമ്മ ഒരു വാഴയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നട്ടു കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇവിടെ വള്ളികൾ പടരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന്, അതിനൊക്കെ പിടിച്ച് കയറിക്കാക്കി കൊടുക്കാൻ കേട്ടോ. ഇപ്രാവശ്യം കുമ്പളങ്ങ നട്ടതിൻ്റെ മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വന്ന് കാണുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നട്ടു കൊടുത്ത ഒരു തൈക്ക് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ കാണാൻ വേണ്ടി വരും. ഇതിന് മുമ്പൊക്കെ നമുക്ക് കുമ്പളം നട്ടു കൊടുത്തിട്ട് കുറേ നമുക്ക് പുറത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അത്രയധികം വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ തന്നെ വിളവ് നന്നായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ പൂവൊക്കെ ഇട്ട് വള്ളിയൊക്കെ പടർന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുമ്പളത്തിന് കയറ് ചുറ്റി കൊടുത്തിട്ട് വേണം ഉമ്മാക്ക് വാഴ നട്ടു കൊടുക്കാനുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അതിനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു പ്രകൃതി. നമ്മളെന്തായാലും നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രോ ബാഗിലാണ് കേട്ടോ വാഴ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടണം. ഇപ്പം തൽക്കാലം ഗ്രോ ബാഗിൽ ഇരിക്കട്ടെ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടി പോണ വാഴയുടെ പേര് ബ്ലൂ ജാവ ബനാന എന്നാണ് കേട്ടോ. അപ്പോൾ ആ വാഴയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ വാഴ വെച്ച് കൊടുക്കാൻ കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യും മുമ്പ് താഴേക്ക് പോകണം കേട്ടോ. വീൽ ചെയർ നനയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേഗം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണേ. ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.